ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുറത്തിറക്കും. ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതുക്കിയ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് കാനഡയും അയർലൻഡും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ ഊർജിതമാക്കി ദേശീയ ജനാധിപത്യ മുന്നണി. ശ്രീ നരേന്ദ്രമോദി ഞായറാഴ്ച പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായ 3ാം തവണയാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിരവധി രാഷ്ട്രതലവന്മാർ പങ്കെടുക്കുമെന്നാണ് വിവരം. കേന്ദ്ര സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാജ്യത്ത് സജീവം. BJPയും JDUവും വ്യത്യസ്ത യോഗങ്ങൾ ചേരുന്നുണ്ട്. ഇപ്പോൾ ന്യൂഡൽഹിയിൽ NDA പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്. BJP, TDP, JDU, LJP-R, ശിവസേന ഷിൻഡെ വിഭാഗം, JDS, NDAയിലെ മറ്റ് ഘടകകക്ഷികൾ എന്നിവയുടെ പുതിയ MPമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ INDA സഖ്യ നേതാക്കളും കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് ഇന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള CPIMന്റെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചുള്ള പ്രാഥമിക വിലയിരുത്തൽ യോഗത്തിലുണ്ടാകുമെന്നാണ് സൂചന. പാർട്ടി ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കും. ഈ മാസം 16 മുതൽ 20 വരെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി യോഗങ്ങളിലാകും ഫലം സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച നടക്കുക. മന്ത്രി K രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ച സാഹചര്യത്തിൽ പുതിയ മന്ത്രി ആരെന്നതും 2 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും ചർച്ചയാകും. അപകീർത്തികരമായ പരസ്യം നൽകിയെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കർണാടക BJP നൽകിയ മാനനഷ്ട കേസിൽ ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ ഈ മാസം 30-ന് വീണ്ടും വാദം കേൾക്കും. സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രകാശനം ചെയ്യും. വൈകിട്ട് 4-ന് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി V. വേണു റിപ്പോർട്ട് ഏറ്റുവാങ്ങും. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓരോ വകുപ്പിലും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളും എത്ര ശതമാനം പൂർത്തീകരിച്ചു എന്നതും ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റവന്യൂ മന്ത്രി K. രാജൻ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാനും അതേക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടാണ് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. 2018-ലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നതിന് തുടക്കമിടുന്നത്. ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ആന്റണി രാജു MLA അധ്യക്ഷനായി. 2023-24 വർഷം മികച്ച ഭക്ഷ്യസുരക്ഷാ പ്രവർത്തനം നടത്തിയ ജില്ലകൾക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജീവനക്കാർക്കും ലാബുകൾക്കുമുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശു അണുബാധയെ തുടർന്ന് മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വിശദീകരണം തേടി. നവജാത ശിശുവിനും അമ്മയ്ക്കും ചികിത്സ നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതരും അറിയിച്ചു. ആരോഗ്യമന്ത്രി അടിയന്തരമായി മെഡിക്കൽ കോളേജ് സന്ദർശിക്കണമെന്നും പരാതികൾ പരിശോധിക്കണമെന്നും നിയുക്ത MP KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതുക്കിയ പണനയം പ്രഖ്യാപിച്ചു. പലിശ നിരക്കിൽ മാറ്റമില്ല. റിപ്പോ നിരക്ക് 6.5% തുടരും.
തുടർച്ചയായ 8ാം തവണയാണ് റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുന്നത്. അതേസമയം നടപ്പു സാമ്പത്തിക വർഷം രാജ്യം 7.2% വളർച്ച നേടുമെന്നാണ് RBIയുടെ കണക്കുകൂട്ടൽ. കേന്ദ്ര സർക്കാരിന്റെ വൈദ്യുതി രംഗത്തെ നവീകരിച്ച വിതരണ മേഖലാ പദ്ധതിയിൽ മാറ്റം വരുത്തി KSEB സമർപ്പിച്ച പദ്ധതിക്ക് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം അംഗീകാരം നൽകി. ഇതുപ്രകാരം വിതരണ മേഖലയിലെ അടിസ്ഥാന വികസന പദ്ധതികൾക്കായി നേരത്തെ അനുവദിച്ച 2,235 കോടി രൂപ 2,889 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ നിരീക്ഷണ സമിതി യോഗത്തിൽ നടത്തിയ വിശദമായ അവതരണത്തെ തുടർന്നാണ് കൂടുതൽ തുക അനുവദിച്ചത്. ഗ്രാന്റ് തുക ലഭിക്കുന്നതിനായി സർക്കാർ വകുപ്പുകളുടെ വൈദ്യുതി കുടിശ്ശിക തീർക്കണമെന്നും സ്മാർട്ട് മീറ്റർ പദ്ധതി പ്രാവർത്തികമാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹജ്ജ് കർമ്മത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഈ മാസം 15 നടക്കും. ഇന്നലെ സൌദിയിൽ ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമായതോടെയാണ് അറഫ ദിനം സ്ഥിരീകരിച്ചത്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ ദിനത്തിൽ അറഫ മൈതാനിയിൽ സംഗമിക്കും. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഈ മാസം 16-നാണ് ബലിപ്പെരുന്നാൾ. ഒമാനിൽ ബലിപ്പെരുന്നാൾ 17-നാണ്. ഇന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് 722 തീർത്ഥാടകരുമായി 2 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. കുടുംബശ്രീ സംസ്ഥാന സർഗോത്സവം അരങ്ങ് 2024 ഇന്ന് കാസർഗോഡ് പിലിക്കോട്ട് തിരശ്ശീല ഉയരും. വൈകിട്ട് 4 നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി വിരുന്നെത്തിയ കുടുംബശ്രീ സംസ്ഥാന സർഗോത്സവത്തിന് ഇന്ന് കൊടിയേറും. ഇന്നു മുതൽ ഞായർ വരെ ദിവസങ്ങളിൽ 14 വേദികളിലായി നടക്കുന്ന സർഗോത്സവം വൈകിട്ട് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലയിൽ നിന്നായി 3500 പേർ മത്സരത്തിനെത്തും. ഭക്ഷണവും താമസവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. KR ഗൗരിയമ്മ, അക്കാമ ചെറിയാൻ, സാറ അബൂബക്കർ, സുഗതകുമാരി, PC കാർത്തിയാണിക്കുട്ടിയമ്മ, KPSC ലളിത തുടങ്ങി പ്രശസ്തരായ വനിതകളുടെ പേരുകളിലാണ് 14 വേദികളും തയ്യാറാക്കിയിട്ടുള്ളത്. വൈകിട്ട് 3 ചന്ദേരയിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും. നിയമസഭാ സ്പീക്കറോടൊപ്പം MLA-മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് കാനഡയും അയർലൻഡും ഏറ്റുമുട്ടും. ന്യൂയോർക്കിൽ രാത്രി 8-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ അമേരിക്ക പാകിസ്ഥാനെ 5 റൺസിന് പരാജയപ്പെടുത്തി. ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ നേരിടും. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡ് നമീബിയയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1374 പോയിന്റ് ഉയർന്ന് 76,449-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 380 പോയിന്റ് നേട്ടത്തിൽ 23,200-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 30 രൂപ കൂടി 6,760 രൂപയും പവന് 240 രൂപ വർദ്ധിച്ച് 54,080 രൂപയുമാണ് ഇന്നത്തെ വില. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം രാജ്യത്തെ വനിതാ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് നൽകിവരുന്ന വൈസ് വുമൺ ഫെലോഷിപ്പ് കോട്ടയം IIT-യിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഗവേഷണ വിദ്യാർത്ഥിയായ നീതു സീറ്റിക്ക് ലഭിച്ചു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ റബ്ബർ ക്ലോണുകളെ നിർണ്ണയിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾക്കാണ് ഇടുക്കി ഉടുമ്പന്നൂർ സ്വദേശിയായ നീതുവിന് 5 വർഷത്തേക്ക് അംഗീകാരം ലഭിച്ചത്. രാജ്യത്തുടനീളം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 21 ഗവേഷണ വിദ്യാർത്ഥികൾക്കാണ് ഫെലോഷിപ്പിന് അർഹരായത്. സർക്കാർ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരെ കണ്ടെത്തുന്നതിനായി വിജിലൻസ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി. പരിശോധനയിൽ പത്തനംതിട്ടയിൽ 6 ഡോക്ടർമാർ നിയമലംഘനം നടത്തിയതായി കണ്ടെത്തി. പത്തനംതിട്ട ജനറൽ ആശുപത്രി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, അടൂർ ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലെ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലങ്ങളിലാണ് വിജിലൻസ് സംഘം എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുറത്തിറക്കും. ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതുക്കിയ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് കാനഡയും അയർലൻഡും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.